ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ 2 തവണ വെടിനിർത്തൽ സാധ്യമായത് ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിലൂടെയായിരുന്നു. അതേ രീതിയിൽ തന്നെ സമാധാന ചർച്ചകൾക്കായി വെടിനിർത്തൽ 1 മാസം കൂടി നീട്ടിവെക്കാനുള്ള ഈജിപ്തിന്റെ ശ്രമം വിജയത്തിലേക്കടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും സംബന്ധിക്കുന്ന സമാധാന ചർച്ചയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള പാതകൾ തുറക്കുക എന്നീ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. ഇതിനിടയിൽ ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാനും ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗസ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭീതിയിലാണ് ഇസ്രായേൽ ഭീഷണിയുടെ വഴി തേടുന്നതെന്ന് ഹമാസ് പറഞ്ഞു. ഇസ്രായേൽ അതിക്രമം തുടരുവോളം ഹമാസിന്റെ പ്രതിരോധം തുടരുമെന്നും ഹമാസ് വക്താവ് സമി അബ് സുഹരി പ്രതികരിച്ചു. هناك جهود واتصالات للتوصل إلى اتفاق تهدئة ولكن حتى اللحظة لا يوجد شيء نهائي بهذا الصدد. وإلى حين تحقق وقف العدوان والاستجابة للمطالب الفلسطينية المقاومة ستستمر في حماية شعبنا الفلسطيني مواجهة العدوان الإسرائيلي المتواصل. 18 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഗസയിലേക്കുള്ള വഴികളെല്ലാം അടച്ച് ഇസ്രായേലും ഈജിപ്തും തുടരുന്ന ഉപരോധം അവസാനിക്കുവോളം തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഡ്രോണുകൾ തങ്ങൾ കണ്ടെടുത്തതായി ഹമാസ് സൈനിക വിഭാഗം അൽ ഖസാം അവകാശപ്പെട്ടു. ജൂലൈ 8-നാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം ആരംഭിച്ചത്. ഇപ്പോൾ നടക്കുന്ന വ്യോമാക്രമണങ്ങളിലടക്കം 2130 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ 2200-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.